എൻ്റെ അക്വേറിയത്തിനെ കുറിച്ചിട്ട് ഈ ദിവസങ്ങളിൽ ഞാൻ കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ തന്നിരുന്നു. സോ 2-3 മീനുകളെ വേറെ വാങ്ങിയിട്ടുണ്ട്. പഴയ മീനുകൾ ചിലവഴിച്ച് പോകുന്നുണ്ട് അവിടെ. ബട്ട് അക്വേറിയം വൃത്തിയാക്കുക, ഗ്ലാസ് കൊടുക്കണ പോലത്തെ പരിപാടികളൊക്കെ ഭയങ്കര ഒരു പണിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ക്ലീൻ ആക്കിയിട്ട് 2 പണിക്കാർ, ജർമ്മനിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള 2 പണിക്കാരനെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള 2 ടീമുകളാണ്. ബട്ട് അവർ ചെയ്യുന്ന പണി വൃത്തിയിൽ ചെയ്യേണ്ടവർ. പണി ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ, ഫുള്ളായിട്ട് ക്ലീൻ ആക്കിയിട്ടില്ല. സ്റ്റിൽ ഐ വിൽ ഷോ യു ദ അപ്ഡേറ്റ്. സോ ഈ കാണുന്നതാണ് എൻ്റെ അക്വേറിയം. എൻ്റെ അക്വേറിയത്തിന് അത്യാവശ്യത്തിന് സ്ക്രാച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. യു നോ വൈ? ബിക്കോസ് ഈ അക്വേറിയം ഞാൻ വാങ്ങിയത് സെക്കൻഡ് ഹാൻഡ് അക്വേറിയമാണ്. അതൊരു ഉപയോഗിച്ചിരുന്ന ഒരു അപ്പാപ്പനാണ്. അപ്പാപ്പന് വയസ്സായത് കൊണ്ടാണോ എന്നറിയില്ല, ഇങ്ങനെയൊക്കെയോ കുറേ സ്ക്രാച്ചുകളായി. വാട്ടെവർ. എൻ്റെ അക്വേറിയത്തിൽ ആ അറ്റത്തൊക്കെ ഐ ഡോണ്ട് നോ, ക്യാൻ യു സീ ദിസ് ലിറ്റിൽ ബിറ്റ് ബാക്ടീരിയ ഫോം ചെയ്തിട്ട് ഒരു മാപ്പ് കാണാമല്ലേ നിങ്ങൾക്ക് ഇവിടെ? അങ്ങനെ ഒരു മാപ്പ്, അത് ആക്ച്വലി ബാക്ടീരിയ ഫോം ചെയ്തതാണ്. കണ്ടോ? പായൽ പൂപ്പൽ എന്ന് പറഞ്ഞ പോലത്തെ സാധനം. ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാമല്ലേ? ഈ സാധനങ്ങളും പിന്നെ ഇവിടെ കിടക്കുന്ന ഫ്ലോറൊക്കെ വൃത്തിയാക്കാനായിട്ട് ഞാൻ 2 ടീമുകളെ നിയോഗിച്ചിട്ടുണ്ട്. നമ്മൾ പണി ഏൽപ്പിച്ചിട്ടുള്ള 2 ജർമ്മൻ പണിക്കാർ. ഇവർ കാറ്റ് ഫിഷ് അല്ലെങ്കിൽ പ്ലക്കോ എന്നൊക്കെ നാട്ടിൽ അല്ലെങ്കിൽ ഇവിടെ പറയും. നാട്ടിൽ സക്കർ ഫിഷ് എന്നാണ് പറയാറ് നമ്മൾ. ഇവരാണ് ഈ അക്വേറിയം ഇപ്പോൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. വലിയ ശേഷമൊന്നും ഇല്ലാത്ത 2 ടീമുകൾക്ക് കൂട്ടായിട്ടുള്ളത് വലിയൊരു രാജകുമാരനായ മാർക്കസ് ആയിരുന്നു ഇവരുടെ ഏറ്റവും വലിയ മെയിൻ ക്യൂട്ടി. ഈ ക്യൂട്ടി എന്തോ ഭാഗ്യത്തിന് അവരുടെ ഒന്നും കഴിക്കണില്ല. ആൻഡ് മാർക്കസിന് കൂട്ടായിട്ട് ഞാൻ 2 ബഡീസിനെ കൊടുത്തതാണ്. ആൻഡ് ഇത് മില്ലി മാർക്കസ്. ബട്ട് ഈ മില്ലിങ് ഈ മാർക്കസും 2 വേറെ ബ്രീഡുകളാണ്. പിന്നെ ഉള്ളത് സക്കർ പ്ലക്കോ ഫിഷാണ്. ഒരുത്തർ മിസ്സിങ് ആണ്. നിങ്ങളെൻ്റെ പഴയ വീഡിയോസ് കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ഈ പറഞ്ഞ മുള്ളർ നിസ്സാരക്കാരനല്ല. മുള്ളർ ഈസ് നോട്ട് എ നോർമൽ ഗായ്. പുള്ളിക്കാരൻ എൻ്റെ ക്ഷണം ചെയ്യുന്ന അറ്റാക്കിങ് ഭയങ്കര അഗ്രസീവാണ്. സോ ഐ കെപ്റ്റ് മുള്ളർ ഇൻ എ ഡിഫറെൻറ്റ് ടാങ്ക് ആൻഡ് ഐ വിൽ ഷോ യു ദ അപ്ഡേറ്റ് ഇൻ കമ്മിങ് ഡേയ്സ്. എക്സാം കാരണം എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാനായിട്ടുള്ള അധികം സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അധികം ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള വീഡിയോസും പുറത്ത് പോകുന്ന വീഡിയോസൊന്നും എടുക്കാത്തത്. ആൻഡ് എൻ്റെ ഗപ്പി സുഖപ്രസവം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുകയാണ്. ആൻഡ് വേറെ വേറെ ഒന്നുമില്ല. ഓക്കെ, സീ യു സൂൺ സം അദർ ഡേ. ബൈ ബൈ.